തനിക്ക് എവിടെയാ ജോലി? ഓട്ട് കമ്പനിയിലാ. ഔസേപ്പത്തിന്റെ വീടിന്റെ തൊട്ടടുത്തതല്ലേ തന്റെ വീട്? അതെ. സംഭവ ദിവസം രാത്രി, അതായത് 4-ാം നാൾ, അടുത്ത വീട്ടിൽ നിന്നും വല്ല ശബ്ദമോ ഒച്ചയോ താൻ കേട്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ശബ്ദമോ ഒച്ചയൊന്നും കേട്ടില്ല. പക്ഷെ ഒരു 10-10:30 മണിയായപ്പം എന്തോ ഒന്ന് വന്നു വീഴുന്ന ശബ്ദം കേട്ടു. താൻ പോയി നോക്കിയില്ലേ? ഞാൻ വല്ല തേങ്ങയോ മറ്റോ ആണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോഴല്ലേ സംഭവം അറിയുന്നത്. സണ്ണി ആളെങ്ങനെയാ? നല്ലവനാ, പക്ഷെ കുടിച്ചാ പോയി. കുടിച്ചിട്ട് ആ പാവം പെണ്ണിനെ തെറി പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് സാർ. അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാ സാറേ? എന്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അവിടെ നടക്കുന്നൊന്നും കാണാൻ പറ്റൂല. പിന്നെ നിലവിളിയും കരച്ചിലും ഒക്കെ കേട്ടിട്ടുണ്ട്. ഔസേപ്പത്തിന്റെ ആളെങ്ങനെയാ? കള്ളനാ, പുതുപ്പണക്കാരൻ. 5-6 വർഷം കൊണ്ടല്ലേ സാറേ ഇതൊക്കെ ഉണ്ടാക്കിയത്. ആ പെണ്ണിന്റെ അപ്പന്റെ സ്ഥലവും മറ്റും പണയം വയ്ക്കാനാന്നും പറഞ്ഞ് എഴുതി വാങ്ങി പറ്റിച്ചെന്നാ നാട്ടുകാർ പറയുന്നത്. ഔസേപ്പച്ചൻ പണക്കാരനായതിലുള്ള അസൂയ കൊണ്ടല്ലേ താൻ അങ്ങനെ പറയുന്നത്? ദൈവത്തിനാണ് എനിക്ക് അവരോട് യാതൊരു അസൂയയില്ലേ. ഔസേപ്പത്തിന്റെ സ്വഭാവം എങ്ങനെയാ? വല്ല നടപടി ദൂഷ്യമുള്ള ആളാണോ? 10-15 വർഷമായില്ലേ സാറേ അയാളുടെ ഭാര്യ മരിച്ചിട്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് എന്താ ഒരു കുറവ്? ഇവിടെ ഔസേപ്പച്ചന് പല രഹസ്യപ്പറ്റുകാരും ഉണ്ടേ. ജോണിക്കുട്ടി ആളെങ്ങനെയാ? ഔസേപ്പച്ചന്റെ മരുമോനല്ലേ സാർ. ഞാൻ കേട്ടിടത്തോളം ആള് നല്ലവനാ. ഔസേപ്പച്ചന്റെ ബിസിനസിന്റെ നെടുന്തൂണ അയാളാ. താൻ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ? സത്യമാണ് സാർ. പക്ഷെ ഞാനീ പറഞ്ഞത് മൂന്നാമതൊരാൾ അറിയരുത്. എന്റെ പെമ്പറന്നൊരു പ്രത്യേകം പറഞ്ഞതാ, അയൽവക്കമാ, ഒന്നും പറയണ്ടെന്ന്. പിന്നെ സാറിന്റെ മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്കാവില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അവിടെ നിൽക്ക്. ഞങ്ങൾക്ക് വർമ്മ സാറിനെ ഒന്ന് കാണണം. വർമ്മ സാർ അകത്ത് ജോലിയില്ല. അതിന്റെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. അതൊന്നും പറഞ്ഞാൽ ഒക്കില്ല. അകത്തൊന്നും പറഞ്ഞാൽ വിടാൻ നോക്കൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങൾക്ക് അകത്തേക്ക് പോകണം. അവിടെ നിൽക്കാൻ. ബാബു സാർ, അവരെ വിടൂ. പൊക്കോ. എന്താ കാര്യം? സാർ, ഇതൊരു നിവേദനമാണ്. ഞാൻ കർഷക സംഘ പ്രസിഡന്റാണ്. ഇവർ അറിയാം സാർ. എന്റെ മോള് മരിച്ചതല്ല, അവളെ കൊന്നതാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീതി ലഭിക്കണം സാർ. ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മൊഴിയെടുക്കാൻ. പറയാനുള്ളതെല്ലാം അപ്പോൾ പറഞ്ഞാൽ മതി. ശരി സാർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. എടാ, എന്റെ മോളെ കൊന്നതാണ്. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. ഇതുവരെ കിട്ടിയിട്ടുള്ള തെളിവുകളും മൊഴിയും വെച്ച് നോക്കുമ്പോൾ ഓമനയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിൽ എത്തിച്ചേരാൻ എന്നെ നിർബന്ധിക്കുന്നു. എക്സെപ്റ്റ് ഫോർ ശ്രീധരന്റെ മൊഴി. അത് ഫേസ് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്പം എക്സാജറേഷൻ ഉണ്ട്. ഏത് സമയത്തും അയാൾ അത് മാറ്റി പറയും. എന്റെ നിഗമനവും ആത്മഹത്യ തന്നെയാണെന്നാണ്. എസ്പെഷ്യലി മുമ്പൊരിക്കൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈറ്റ്. പക്ഷെ എന്തോ എന്റെ കോൺഷ്യസ്നെസ് ഈ തെളിവുകളും മൊഴിയും അപ്പാടെ സ്വീകരിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? മർഡർ എന്ന നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലൂ വേണ്ടേ? ഇനി ആകെപ്പാടെ ചോദ്യം ചെയ്യാനുള്ളത് ആ തോമാച്ചനും ആനയും കുറെ നാട്ടുകാരും മാത്രമാണ്. അവരിൽ നിന്നും വല്ലതും കിട്ടുമോ ആവോ? സംശയമാണ് സാർ. നമ്മളൊരാളെ വിട്ടുപോയി സാർ, ഡ്രൈവർ വാസുവിന്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ എന്ത് പറയാൻ? എനിക്ക് ചില സംശയങ്ങളുണ്ട് സാർ. എന്താ പറയൂ. ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം നടന്നിട്ട് 15 മണിക്കൂർ കഴിഞ്ഞിരുന്നു എന്നാണ്. കമോൺ. പോസ്റ്റ്മോർട്ടം നടന്നത് രാവിലെ 11 മണിക്കാണ്. അപ്പോൾ മരണം സംഭവിച്ചിരിക്കേണ്ടത് തലേ ദിവസം രാത്രി ഉദ്ദേശം 8 മണിക്കായിരിക്കും. കുമാരപുരം പഞ്ചായത്തിൽ രാത്രി 9:30 മണി വരെ മഴ പെയ്തിരുന്നു. സ്റ്റേഷനിൽ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്കുണ്ടായിരുന്നു. 9:30 മണിക്ക് മഴ തീർന്നതിന് ശേഷമാണ് ഞാനും PC ബാലകൃഷ്ണൻ നായരും കൂടി ഊണ് കഴിക്കാൻ പോയത്. 8 മണിക്ക് ഓമന ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഡെഡ് ബോഡിയിലും വസ്ത്രങ്ങളിലും മഴത്തുള്ളി തെറിപ്പിച്ച ചെളിയുടെയും മറ്റും പാടുണ്ടാകേണ്ടതായിരുന്നു. കൂടാതെ രക്തം മഴവെള്ളത്തിൽ കലങ്ങി ഒഴുകിക്കിടക്കുമായിരുന്നു. ഓമനയുടെ മരണം ആത്മഹത്യയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ 1-2 മണിക്കൂറിന്റെ വ്യത്യാസമൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. എനിവേ വി വിൽ വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട്. അല്ലേ സർ? യെസ്, എനിക്കും അതാണ് തോന്നുന്നത്. ഞാൻ ഇറങ്ങട്ടെ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്.
അലക്സ് ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വെറുതെ കേസ് വെച്ചതാ. അലക്സിനെന്തോ ഈ മരണം ഒരു ആത്മഹത്യയായി കാണണമെന്ന് വളരെ നിർബന്ധം അല്ലേ? എനിക്കറിയില്ല സർ. ടോമാച്ചൻ ചാക്കോയുടെ ആരാ? അങ്കിളാണ് സർ. പക്ഷേ ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. എനിക്കത് മനസ്സിലായി. നാളെ ഏതായാലും ആ ഡ്രൈവർ വാസുവിനെ ഒന്ന് തപ്പണം. ഹി മേ ബി വെരി യൂസ്ഫുൾ ടു അസ്. യെസ് സർ. സർ, ഫയൽ റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? ചാക്കോ വയ്ക്കുള്ളൂ. ഓക്കെ. കാര്യം എന്തൊക്കെ എവിഡൻസ് ഉണ്ടായിരുന്നാലും തുടക്കം മുതലേ എസ് പിക്ക് ഈ ആത്മഹത്യാ പരിപാടി അത്ര രുചിച്ചിട്ടില്ല. ഇപ്പോൾ ആ സംശയത്തിന് ആക്കം കൂടി. ആ ഡോക്ടർ എന്തൊരു ചതിയാ ചെയ്തത്. ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങൾ ആ ഡോക്ടർ വേണ്ട പോലെ കണ്ടില്ലേ? പിന്നെ അയാൾ ജോണിക്കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ടാ. എന്നാ കാശിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ടുമില്ല. എന്നിട്ട് ആ നായന്റെ മോൻ ഇങ്ങനെ ചെയ്തല്ലോ. അല്ല, ഈ എസ് പി ആളെങ്ങനെയാ? വീഴുവോ? വീഴും വീഴും. നിങ്ങൾക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? കേസിന്റെ കാര്യത്തിൽ ഇനി IG അല്ല മന്ത്രി ഇടപെട്ടാലും ശരി, പോയി പണി നോക്കാൻ പറയുന്ന ആളാണ് SP പ്രഭാകര വർമ്മ. തൊപ്പി പോയാലും പുല്ലാണെന്ന് കരുതുന്ന ആളായാൽ. മിസ്റ്റർ നാരായണൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വർമ്മ ഇവിടെ ഉഴുതുമറിക്കും. തലനാരിഴ കീറി അയാൾ തെളിവെടുക്കും. തൂങ്ങുമെന്നുള്ള കാര്യം ഇപ്പോഴേ എഴുതി വെച്ചു. പിന്നെ പൂജപ്പര ജയിലിലെ കൊതുകടി കൊള്ളാനുള്ള യോഗം ജാതകത്തിലുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, താനിതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്തിനാ? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. നരകം. ഇതിനെന്താ ഒരു പോം വഴി? അതും താൻ തന്നെ ഒന്ന് പറ. വർമ്മ ഈ കേസിൽ ഇടപെടരുത്. എത്രയും വേഗം അയാളെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കണം. അതിപ്പോ എങ്ങനെയാ? നേരെ വിട്ടോ തലസ്ഥാനത്തേക്ക്. നിങ്ങൾക്ക് അവിടെ ആവശ്യം പോലെ സേവകരൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഒരു കാര്യം, മണിപ്പേഴ്സിലോ ഹാൻഡ് ബാഗിലോ ഒന്നും കാശ് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല. ചാക്ക് തന്നെ കരുതിക്കൊള്ളാൻ പറയാം ഔസേപ്പച്ചനോട്. അതിപ്പോ ഞാനിങ്ങനെ പറയും, താൻ കൂടി ഒന്ന് വാ. ഏയ്, ഞാനില്ല. നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോവാ. പിന്നൊരു കാര്യം, ഈ വലിയവരെയൊക്കെ കാണുന്ന കൂട്ടത്തില് നമ്മുടെ അലക്സ് അല്ലേ എന്ന് വിചാരിച്ച് ഈ ഉള്ളവനെ അങ്ങ് തഴിഞ്ഞേക്കരുത്. ഞാൻ പാറായുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നുമല്ല. കോൺവെന്റിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന 3-4 പിള്ളേരുടെ തന്തയാ ഞാൻ. ഈ IG മന്ത്രിയും ഒക്കെ തിരുവനന്തപുരത്തുണ്ടോന്ന് ആർക്കറിയാം? ഫോണല്ലേ ഇരിക്കുന്നത്, വിളിച്ചു ചോദിക്ക്. ഞാൻ ഇറങ്ങുന്നു. മോളെ ആനി, മോളെ മോളെ ആനി, മോളെ ഒന്ന് വായിക്ക. ഓമന കൊലക്കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക്. ഓമനയുടെ കൊലപാതകം ദുരൂഹമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അന്വേഷണ ചുമതല വഹിച്ചിരുന്ന DYSP പ്രഭാകര വർമ്മയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയും പകരം പുതിയ DYSP ദേവദാസിനെ നിയമിക്കുകയും ചെയ്തു. കർത്താവേ, ഇത് വലിയ ചതിയായിപ്പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? നമുക്ക് ആ ചാക്കോച്ചിനെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. അത് നേരാ. എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടി. ട്രാഫിക്കിലേക്കാ മാറ്റം. വർമ്മ സാറിന് റൂറലിലേക്കും. ഇതെന്താ ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയത്? കാരണം നമുക്കല്ലേ ഇല്ലാത്തത്. പുതിയ ആളാരാ? DYSP ദേവദാസ് സാറാണെന്നാ കേട്ടത്. അയാൾ ആളെങ്ങനെയാ? അവർക്ക് കൊള്ളാം. ആർക്ക്? ആർക്കാണോ ഈ കേസിന്റെ സത്യം പുറത്തു വന്നാൽ ദോഷം അവർക്ക്. ഇങ്ങനെയൊക്കെ നടന്നാ ചോദിക്കാനും പറയാനും ആരും ഇല്ല ഇവിടെ. ചോദിക്കാനും പറയാനും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെയാണ് ഈ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്താ മോനെ ഒരു മാർഗം? ഇനി ഒരു മാർഗമേ ഉള്ളൂ. ഈ കേസിനെതിരായി ആവുന്നത്ര പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കണം. പത്രങ്ങളിൽ കൂടിയും മറ്റു മാർഗങ്ങളിൽ കൂടിയും ഈ കേസ് ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാര വിഷയമാക്കണം. ഇതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ മോനെ? പെട്ടെന്ന് വേണ്ട, സാവകാശം മതി. പുതിയ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷണം ആരംഭിക്കട്ടെ. അപ്പച്ചാ, പോലീസ് വരുന്നു.
Thank you.